നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്ന് എന്ത് സംഭവിച്ചു? നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. വെൽക്കം ടു 20th Hour. മലമ്പുഴയിൽ പിടിയിലായ സ്കൂൾ അധ്യാപകന്റെ ചെയ്തികൾ ഞെട്ടിക്കുന്നതാണ്. അധ്യാപകനെ സംരക്ഷിച്ച സ്കൂൾ അധികൃതരും ഒരേപോലെ കുറ്റക്കാർ. ആറാം ക്ലാസ്സുകാരനെയാണ് അധ്യാപകൻ അനിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. അതും മദ്യം നൽകി മയക്കിയ ശേഷം. ആൺകുട്ടിക്ക് പ്രായം 12 വയസ്സ്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി. ഒരു അധ്യാപകനാണ് എന്ന് ഓർക്കണം. ഇവരെയൊക്കെ അങ്ങനെ തന്നെ വിളിക്കാമോ എന്നാണൊന്ന് ചിന്തിക്കേണ്ടത്. ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കുട്ടി സുഹൃത്തിനോടാണ് ഈ വിവരം പറഞ്ഞത്. അതോടുകൂടി ഈ സംഭവങ്ങളെല്ലാം പുറം ലോകം അറിഞ്ഞു. സുഹൃത്തിനോടാണ് ഈ കുട്ടി, ഈ 12 വയസ്സുകാരൻ തനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞത് എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ ഈ സുഹൃത്താണ് സുഹൃത്തിന്റെ അമ്മയോട് ഈ കാര്യം പറയുന്നത്. അങ്ങനെ സുഹൃത്തിന്റെ അമ്മ വഴി ഈ കുട്ടിയുടെ അമ്മയോട് വിവരം പറയുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ വീട്ടുകാർ സ്കൂളിൽ അധ്യാപകനെതിരെ പരാതി നൽകിയിരുന്നു. സ്കൂൾ അധികാരികൾ പോലീസിനോ ചൈൽഡ് ലൈനോ വിവരം നൽകിയില്ല. AO നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര പരാമർശങ്ങളാണ് സ്കൂളിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം കിട്ടിയതെന്നാണ്. ഈ സംഭവങ്ങളൊക്കെയാണ് അറസ്റ്റിലേക്ക് നയിക്കാനും കാരണം. ഈ പീഡനത്തിനിരയായ കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിൽ സംഭവം അറിയിച്ചിട്ട് പോലും സ്കൂളിൽ നിന്ന് പോലീസ്. തിരുവനന്തപുരത്ത് റൌഡി ലിസ്റ്റിലുള്ള ഷിജുവിനെ കാത്തിരുന്ന് പോലീസ് പിടികൂടി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ഷിജുവിനെ കാത്ത് പോലീസ് ഉണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്നായിരുന്നു ഷിജുവിന്റെ വരവ്. 2009 കൊലക്കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. ഷിജുവിന്റെ പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിച്ചതാണ് പോലീസിന് സഹായകമായത്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടതാണ് ആ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഷിജു. തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് നേരത്തെ വിവരം കിട്ടിയിരുന്നു. പോലീസ് വലവീശി കാത്തിരുന്നു. ഷിജു പിടിയിലായി. കുറെ കാലം മുൻപ് നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്നു ഷിജു. 2 കൊലക്കേസിൽ ഇയാൾ പ്രതിയാണ്. ഒന്ന് 2007 മെഡിക്കൽ കോളേജ് അനീഷ് വധക്കേസ്. രണ്ടാമത്തേത് 2009 കഴക്കൂട്ടം സുൽഫിക്കർ വധക്കേസ്. രണ്ടാമത്തെ കേസിൽ ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് ഇയാൾ മുങ്ങി. ഇത്രയും വർഷം ഇയാൾക്ക് വിദേശത്ത് കഴിയാനായത് എങ്ങനെയാണ്? തിരിച്ചെത്തിക്കാൻ പോലീസിന് കഴിയാതെ പോയത് വീഴ്ച തന്നെയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ അഫാൻ നടത്തിയ കൂട്ടക്കൊലയുടെ ഞടുക്കം നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അമ്മയെയും സഹോദരനെയും അമ്മൂമ്മയെയും കാമുകിയെയും ബന്ധുവിനെയുമാണ് അഫാൻ നിഷ്ഠൂരമായി കൊന്നത്.
സമാനമായ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും ഇന്ന് കേട്ടത്. അമ്മയെയും സഹോദരനെയും സഹോദരിയെയും വിഷം കൊടുത്തും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തി യശ്ബീർ സിംഗ് എന്ന യുവാവ്. ഈ കൊലപാതകത്തിന് ശേഷം യുവാവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സിംഗ് വാങ്ങിക്കൊടുത്തുവന്ന ലഡ്ഡു കഴിക്കുമ്പോൾ 3 പേർക്കും സംശയമൊന്നും തോന്നിയില്ല. മരണത്തിലേക്കാണ് പോകുന്നതെന്ന്. വിഷം കലർത്തിയാണ് അയാൾ അമ്മയ്ക്കും 2 സഹോദരങ്ങൾക്കും ലഡ്ഡു നൽകിയത്. കുഴഞ്ഞു വീണപ്പോൾ കഴുത്ത് ഞെരിച്ച് മരണമുറപ്പാക്കി. എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ? കൊലയ്ക്ക് പിന്നിൽ എന്തെന്ന് പോലീസിന് അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. സ്റ്റേഷനിലെത്തി യശ്ബീർ എല്ലാം തുറന്നു പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണം. പിതാവ് കുടുംബം ഉപേക്ഷിച്ചു പോയി. ഡ്രൈവറായ യശ്ബീറിന് ജോലിയും നഷ്ടമായി. ഇൻഷുറൻസ് പോളിസി എടുത്ത് അപകട മരണം എന്ന് വരുത്തി തീർക്കുന്ന വിധം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഇതിന്റെ പേരിൽ അമ്മയുമായി പലതവണ വഴക്കിട്ടിരുന്നു. തുടർന്ന് എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചു. ഇയാളുടെ മൊഴി പോലീസ് പക്ഷേ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. സ്ഥലം സന്ദർശിച്ച ഡൽഹി DCP अभिषेक दनियയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. हमारी टीम इसके घर पे आई, रेजिडेंस पे वेरीफाई किया तो यहाँ पर हमें 3 बॉडीज जो है हमें मिली और मेडिकल एवं फॉरेंसिक एग्जामिनेशन के बाद उनकी सभी की डेथ हो गई है. जो मरने वाले हैं उसमें सबसे पहले इनकी मदर हैं, 46 ईयर ओल्ड है, उनका नाम कविता है. एक इनकी जो अक्यूज्ड है उसकी सिस्टर है मेघना, उनकी उम्र 24 साल है और इसका भाई है मुकुल जिसकी उम्र 14 साल है. अभी तक इंटरोगेशन में ये बता रहे हैं कि ये काफ़ी फाइनेंशियली स्ट्रेस में था. ये 4-5 बार जो है खुद भी सुसाइड करने के इसने काफ़ी अटेम्प्ट किए हैं. ഡൽഹി DCPയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഇദ്ദേഹം പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ലഡുവിൽ വിഷം കലർത്തി ഇയാൾ കുടുംബത്തിന് നൽകുകയായിരുന്നു എന്നാണ്. പ്രാഥമിക അന്വേഷണത്തിൽ കുടുംബവഴക്ക് തന്നെയാണ് കൊലപാതക കാരണമെന്നാണ് DCP പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രതി മാനസികമായി ഏറെ തകർന്നിരിക്കുകയായിരുന്നു. പ്രതി സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നുവെന്നും വിശദമായ അന്വേഷണം നടത്തിവരികയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഫോറൻസിക് പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും DCP പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും പ്രതി നൽകിയ മൊഴി പോലീസ് ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. അമേരിക്കയിലെ മെറിലാൻഡിൽ നികിത എന്ന ഇന്ത്യക്കാരിയുടെ കൊലപാതകത്തിന് പിന്നിലെന്ത്? അറസ്റ്റിലായ അർജുൻ ശർമ്മ എന്തിന് ക്രൂരകൃത്യം ചെയ്തു? നികിതയുടെ മുൻ കാമുകനായിരുന്നു അർജുൻ. നികിതയുടെ അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാനാണോ ഈ ക്രൂര കൊലപാതകം? ഇന്ത്യയിലേക്ക് മുങ്ങിയ അർജുൻ അറസ്റ്റിലായതോടെ കൊലയുടെ ചുരുളഴിയുകയാണ്. അർജുൻ കാമുകനായിരുന്നില്ല, റൂംമേറ്റ് മാത്രമായിരുന്നുവെന്ന് നികിതയുടെ കുടുംബം. അർജുൻ ശർമ്മ പല തവണയായി നികിതയോട് വൻ തുക വാങ്ങിയിരുന്നു. $3500, അതായത് ഏകദേശം 3.25 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് കാണാനില്ലെന്ന് നികിതയുടെ സഹോദരി പറഞ്ഞു. നികിതയുടെ അക്കൗണ്ടിൽ നിന്ന് അർജുൻ പണം പിൻവലിച്ചു.
അർജുൻ നേരത്തെ ഇത്തരത്തിൽ പലതവണയും നികിതയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു തരാതിരുന്നിട്ടുണ്ട് എന്നും കുടുംബത്തിന്റെ പരാതി. ഡിസംബർ 31 പുതുവത്സരാഘോഷത്തിന് അർജുന്റെ ഫ്ളാറ്റിൽ നികിതയെത്തി. ജനുവരി 1 മുതലാണ് നികിതയെ കാണാനില്ലായിരുന്നു എന്നുള്ള പരാതി വരുന്നത്. 3-ാം തീയതിയാണ് അർജുൻ ശർമ്മയുടെ ഫ്ളാറ്റിൽ നികിതയുടെ മൃതദേഹം കണ്ടത്. നികിതയ്ക്ക് കഴുത്തിൽ ആഴത്തിൽ കുത്തേറ്റിരുന്നു. നികിതയെ കാണാനില്ലെന്ന് പോലീസിനെ അറിയിച്ചത് അർജുനായിരുന്നു. അതേ ദിവസം തന്നെ അർജുൻ കൈയുടെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ഇന്ത്യയിലേക്ക് മുങ്ങിയത്. അത് എന്തിനായിരിക്കാം? കാണാതായ ശേഷവും നികിതയുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. തെലങ്കാന സ്വദേശിയായ നികിത അമേരിക്കയിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഡിസംബർ 31 പുതുവത്സരാശംസ നേർന്നു എന്ന് നികിതയുടെ കുടുംബം പറയുന്നുണ്ട്. ഇനി അറിയേണ്ടത് അർജുൻ നികിതയെ ഇല്ലാതാക്കിയത് എന്തിനു വേണ്ടി എന്നാണ്. ഇടവേള. മരടിലെ ചരിഞ്ഞ ഫ്ളാറ്റിൽ 4 ദിവസം പഴക്കമുള്ള മൃതദേഹം. തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ പരിക്ക്. ആത്മഹത്യയോ അതോ കൊലപാതകമോ? മരടിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് വീണ നിലയിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം. പുത്തൻകുരിശ് സ്വദേശി സുഭാഷിന്റെ മൃതദേഹമാണ് എന്നാണ് നിഗമനം. 51 വയസ്സാണ് സുഭാഷിന് പ്രായം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഭാഷിന്റെ പേരിലുള്ള ID കാർഡ്, കിടക്കവിരി, ബാഗ് തുടങ്ങിയ വസ്തുക്കളെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നു. തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. കാലുകൾക്കും ഒടിവ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരടിലാണ് സുഭാഷിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചത്. സഹോദരിയുടെ ഭർത്താവ് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. 1 മാസം മുൻപ് ഇവരെ കാണാൻ സുഭാഷ് ചെന്നിരുന്നു. വർഷങ്ങളായി ഇടയ്ക്കിടെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന ആളാണ് സുഭാഷ് എന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നുണ്ടെന്നുമാണ് മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിത നന്ദകുമാറും കൗൺസിലർ ജബ്ബാർ പാപ്പനും പറയുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. സുമേഷ് എന്ന് പറഞ്ഞ ആളാണ് സുഭാഷ്. അത് പുള്ളിയുടെ സിസ്റ്റർ ഇവിടെ കല്യാണം കഴിച്ചേക്കണം. എന്റെ പാട്ട് പ്രമോദ് എന്ന് പറയുന്ന ആളാണ് കിട്ടിയത്. അപ്പം വന്നിവിടെ കണ്ട് ഐഡന്റിഫൈ ചെയ്ത് കൊലപാതകമല്ല, ഇവന് സാമ്പത്തിക പ്രതിസന്ധി ഒരുപാടുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടുപോകും. ഇവിടെ ഇടയ്ക്ക് വരും, വീട്ടിൽ നിൽക്കൂല.
ഇവിടെയാണ് മുകളിലാണ് ഇപ്പോൾ താമസിച്ചിരുന്നത് മനസ്സിലായി, പോലീസുകാർ മനസ്സിലാക്കി. അവിടെ എൻ്റെ ബാഗ് അടക്കമുള്ള എല്ലാ ID കാർഡുകളും അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് വീണാണ് എന്താണെന്ന് കാലൊക്കെ മടങ്ങിയിട്ടുണ്ട്, ഒടിഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ ഇപ്പോൾ ഫോറൻസിക് അവർ വന്നാലേ ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ ബാക്കിയുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റും. യാതൊരു സാധ്യത ഇയാളുടെ നടപ്പും സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് കൊലപാതകമാകാൻ സാധ്യതയില്ല. വീട് വിട്ട് ഒരുപാട് നാളായി അയാൾ നടക്കണേ. മരടിലെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു സുഭാഷ് താമസിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും കിട്ടിയിരുന്നു. നിർമ്മാണ ചെലവ് മൂലം ചെറിയ ചരിവ് കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വർഷങ്ങളായി ഇത് കാടുപിടിച്ച് കിടക്കുകയാണ്. കരിമകൾ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ID കാർഡ് അടക്കം മേളില് ഉണ്ട്. അദ്ദേഹം എന്താ പറ്റിയെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും വീണതാണോ, കാലെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ അളിയനാണ് വന്നേക്കുന്നത്. ബന്ധുമിത്രാദികൾ എത്തിയിട്ടുണ്ട്. കുറച്ചുപേര് കരിമകളിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പൊ കരിമകളിൽ നിന്ന് വന്നിട്ട് ബാക്കിയുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. വീട് വിട്ടിട്ട് ഇവിടെ തന്നെ താമസിക്കുകയാണോ? അതല്ല, പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയി അവിടെ ഇവിടെ എല്ലാം താമസിക്കുന്ന പ്രകൃതമാണെന്നാണ് പറയുന്നത്, അളിയൻ പറയുന്നത്. അങ്ങനെ പോകുന്നതായിരിക്കും പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ബാഗ് അടക്കം മേളിലുണ്ട്, ID കാർഡും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമം ഉണ്ടായില്ല. എല്ലാ സാധനങ്ങളും കണ്ടതാരാണ് അത് എനിക്കറിയില്ല. ഇവിടെ മീൻ പിടിക്കുന്ന ആരോണ് കണ്ടതെന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസത്തെ പഴക്കമുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. സാധ്യത ഒന്നും പറയുന്നില്ല. ഒരു പക്ഷെ വീണതായിരിക്കാന്നാ പറയണത്. അതൊന്നും അവര് പറഞ്ഞിട്ടില്ല. ബോഡിയുടെ അടുത്തേക്ക് പോയി അവരിപ്പോ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോഴാണല്ലോ മുഴുവൻ അറിയാം. അപ്പൊ അവര് കറക്റ്റായിട്ട് നിങ്ങളോട് പ്രതികരിക്കും. അതാണ്. എന്തായാലും കെട്ടിടത്തിന് തൊട്ടടുത്ത കായലിൽ കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ വന്നവരാണ് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ ഈ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലപ്പുറം വണ്ടൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് ആഭരണം കവർന്നത് പരിചയക്കാരനായ ഓട്ടോ ഡ്രൈവർ. ഓട്ടോ ഡ്രൈവറും കരാട്ടെ അധ്യാപകനുമായ ജിജേഷും ഭാര്യ സഹോദരന്മാരുമാണ് കവർച്ച നടത്തിയത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഡിസംബർ 22-നാണ് വണ്ടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ ആക്രമിച്ച് സ്വർണം കവർന്നത്. വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാമ്പറമ്പത്ത് നിതിൻ, സഹോദരൻ നിഖിൽ, ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറേ മണ്ടാവിൽ ജിജേഷ് എന്നിവരുമാണ് അറസ്റ്റിലായത്. ഈ വള നിങ്ങളതാണോ എന്നുള്ളത് കഴിഞ്ഞ ഡിസംബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന പരേതനായ വിമുക്ത ഭടൻ പാലക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് 3 പേർ ചേർന്ന് കവർന്നത്. മൽപിടുത്തത്തിലും വീഴ്ചയിലും പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ജിജേഷിന്റെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത്. ചന്ദ്രമതി പലപ്പോഴായി വിജേഷിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ചന്ദ്രമതി തനിച്ച് താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് കവർച്ചയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്തു.
എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ ഇതിനായി നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി 8 മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ചതിന് ശേഷം ചന്ദ്രമതിയുടെ വീടിന് പുറകുവശത്തുള്ള വയലിലൂടെ നടന്ന് വീട്ടിലെത്തി. പുറകുവശത്തെ വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ജിജേഷ പിന്നിൽ നിന്ന് വായും മൂക്കും ബലമായി പൊത്തിപ്പിടിച്ചു. നിതിൻ കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് വളകൾ മുറിച്ചെടുത്തു. തിരിച്ചറിയാതിരിക്കാനായി മൂവരും മങ്കി ക്യാപ്പ് ധരിച്ചിരുന്നു. തെളിവ് നശിപ്പിക്കാനായി കൃത്യത്തിന് ശേഷം പരിസരത്ത് മുളക് പൊടി വിതറി. ശേഷം ബാറിന് സമീപമെത്തി കാറിൽ കയറി രക്ഷപ്പെട്ടു. ജിജേഷിനെ വീട്ടിലിറക്കിയ ശേഷം സഹോദരങ്ങൾ ചന്ദ്രമതിയുടെ വീടിന് പരിസരത്ത് സ്ഥിതിഗതികൾ അറിയിക്കാനായി സ്കൂട്ടറിൽ കറങ്ങുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാനായി മങ്കി ക്യാപ്പ് കത്തിച്ചു കളഞ്ഞു. തങ്ങളിലേക്ക് പോലീസ് എത്താതിരിക്കാനായി കൃത്യസമയത്ത് പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. 30ഓളം CCTVകൾ പരിശോധിച്ചും പ്രദേശവാസികളിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്ന് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഒരു സിനിമാ കഥ പോലെ തന്നെയാണ് ഈ പ്രതികൾ ഇവിടെ കുറ്റം ആസൂത്രണം ചെയ്തത്. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ഡിസംബർ 22-ന് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി മുളക് പൊടി വിതറി ഒരു സ്ത്രീയുടെ 2 വളകൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി അവർ ആ സ്ത്രീയെ ആക്രമിച്ചു വീഴ്ത്തിയതിനു ശേഷം അവർ കടന്നു കളഞ്ഞ കേസിൽ 3 പ്രതികളെ ഇന്ന് വണ്ടൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വണ്ടൂർ പോലീസും ഡാൻസഫും ചേർന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ 3 പ്രതികളിൽ 3 പേരും റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഒന്ന് അളിയനും അനിയനും അവരുടെ ജ്യേഷ്ഠനുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 ദിവസം മുമ്പ് ഈ പദ്ധതിയെക്കുറിച്ച് പ്ലാൻ ചെയ്തു. ആയതിനു ശേഷം ഇവിടെ അടുത്തുള്ള ഈ സ്ത്രീയുടെ വീടിനോട് ചേർന്നുള്ള ഒരു ബാറിൽ വന്നിട്ട് മദ്യപിച്ചതിന് ശേഷം നേരിട്ട് ഒരു വയലിലൂടെ പോയി കടന്നു കളഞ്ഞ് അവർ ആ വീട്ടിലേക്ക് കയറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 8 മണിയോടുകൂടി രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കുറച്ച് സമയം ഈ പരിക്ക് പറ്റിയ സ്ത്രീക്ക് ബഹളം ഉണ്ടാക്കാനോ മറ്റുള്ളോ സാധിക്കാത്തതിനാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. ആ പരിസരങ്ങളിലുള്ള CCTV അടുത്തൊന്നും ഇല്ല. ബാക്ക് ഭാഗത്ത് വയലായതിനാൽ മറ്റ് CCTVകളൊന്നും നമുക്ക് ലഭിച്ചില്ല. തുടർന്ന് ഞങ്ങൾ പോലീസ് ആ ഭാഗങ്ങളിൽ ഉള്ള കുറച്ച് ബാറിനോട് ചേർന്നുള്ള CCTVകളും മറ്റും പരിശോധിച്ച് ആ ഭാഗത്ത് ഉള്ള സംശയമുള്ള ആളുകളെ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു 3 പേരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. അവരുടെ CDRകളും മറ്റ് അവരുടെ സാന്നിധ്യവും ഒക്കെ പരിശോധിച്ചപ്പോൾ പോലീസിന് ഇവർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഈ വള മോഷ്ടിച്ച കാര്യത്തെക്കുറിച്ച് കൺഫസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആദ്യം ജിജേഷ് എന്ന് പറയുന്ന വ്യക്തിയും അതിനുശേഷം അവരുടെ 2 കൂട്ടാളികളുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് മറ്റൊരാളെയും നമ്മൾ അറസ്റ്റ് ചെയ്തു. തുടർന്ന് എറണാകുളത്ത് പോയിട്ട് അതിൻ്റെ 3ാമത്തെ പ്രതിയെയും തൊണ്ടി മുതലായ വളയും നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് പോലീസ് പറയുന്നത്. മോഷണ മുതലുമായി നിഖിലിനെ കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.